ശ്രീ മഹാദേവി നമ. നമസ്കാരം. ശ്രീമദ് ദേവി നാരായണീയം ദശകം 35. ഭാഗ്യോദയേ ത്രീണി ഭവന്തി നൂനം മനുഷ്യതാ സജ്ജന സംഗമശ്ച ത്വദീയമാഹാത്മ്യകഥാശ്രുതിശ്ച യദപ്പുമാം സ്വത്പദഭക്തിമേതി. ജീവൻ വ്യത്യസ്തങ്ങളായ ശരീരങ്ങളെ സ്വീകരിച്ച് പക്ഷിമൃഗാദികളായിട്ടും മനുഷ്യനായിട്ടും വൃക്ഷലതാദികളായിട്ടും ഇങ്ങനെയെല്ലാം ശരീരം സ്വീകരിക്കുകയും ഈ സംസാരത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന, സംസരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീവന് ഭാഗ്യം തെളിയുമ്പോഴാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുക. മനുഷ്യജന്മം സഫലമാകുന്നത് എങ്ങനെയാണ്? സത്സംഗം കൊണ്ടാണ്, മഹത്തുക്കളുമായിട്ടുള്ള സമാഗമം കൊണ്ടാണ്. അപ്പോൾ ഭാഗ്യം വരുമ്പോഴേ മനുഷ്യജന്മം ലഭിക്കൂ. അതേപോലെ തന്നെ ഭാഗ്യം തെളിയുമ്പോഴേ മഹൽ സമാഗമം സാധ്യമാവൂ. ഭക്തന്മാരുമായിട്ട് സംഘമുണ്ടാവുമ്പോൾ ഭഗവത് കഥകൾ കേൾക്കാൻ, ദേവീ മഹാത്മ്യം, ദേവീ കഥകൾ, ആ മഹാമായയുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കാനിട വരുന്നു. അങ്ങനെ ഭഗവത് കഥകളെ കേട്ട് ക്രമേണ ഹൃദയത്തിൽ ഭക്തി വളരാൻ തുടങ്ങുന്നു. നിരന്തരമായിട്ടുള്ള കഥാശ്രവണം കൊണ്ടും നാമസങ്കീർത്തനാദികളെ കൊണ്ടും നമുക്ക് ഈശ്വരനിലുള്ള ഭക്തി അഥവാ ദേവീഭക്തിയെ വളർത്തിക്കൊണ്ടുവരാം. ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ആപത്ത് വന്നാലും സമ്പത്ത് വന്നാലും ദുഃഖമാണ് എങ്കിലും സുഖമാണെങ്കിലും അതിനെ ഒരേപോലെ കാണുന്നു, ഒരേപോലെ സ്വീകരിക്കുന്നു. തതപ്രസീദസ്യഖിലാർത്ഥകാമാൻ ഭക്തസ്യേച്ഛസ്യ ഭയം ചമാദ ക്ഷമാം കൃതാഗസ്സു കരോഷി ചാരോ ചാര്യോർ അന്യോന്യവൈരം ശമയസ്യനീഹ. ഭക്തിയുള്ളവരിലാണ് ദേവി പ്രസാദിക്കുക. തൻ്റെ ഭക്തന് ഉചിതമായ, അർഹതപ്പെട്ടതായ ആ കാമങ്ങളെ, ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്നു. ആ ഭക്തന്റെ ഭയത്തെ ഇല്ലാതെയാക്കുന്നു, തെറ്റുകളെ പൊറുക്കുന്നു. രണ്ട് ഭക്തന്മാർ തമ്മിൽ ഏതെങ്കിലും ഒരവസരത്തിൽ കലഹിക്കുവാനിടയായാൽ അവരുടെ വൈരം, അന്യോന്യ ദ്വേഷത്തിന്, വൈരത്തിന് അറുതി വരുത്തുന്നു. ഇതൊക്കെ ആ ഭക്തനോടുള്ള കാരുണ്യം കൊണ്ടാണ് ആ ദേവി ഇതെല്ലാം ചെയ്യുന്നത്. ദുഷ്കീർത്തിഭീത്യാ പൃഥയാ കുമാരിയ ത്യക്തം തടിന്യാം സുതമർക്കലബ്ധം സംപ്രാർത്ഥിതാ ത്വം പരിപാലയന്തി പ്രാദർശയസ്വം കരുണാപ്രവാഹം. ശുരസേനപുത്രിയായിട്ടുള്ള പൃഥ കുട്ടിയായിരിക്കെ, ചെറിയ പെൺകുട്ടിയായിരിക്കെ കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ വസിച്ചു. ആ സമയത്ത് അവിടെ ചാതുർമാസ്യ വ്രതാനുഷ്ഠാനത്തിനായിട്ട് കൊട്ടാരത്തിൽ, കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ ദുർവാസസ്സു മഹർഷി എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഈ പൃഥ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ വിനയത്തോടുകൂടി ശുശ്രൂഷിക്കുകയും സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി ഈ പൃഥയ്ക്ക് ചില മന്ത്രങ്ങളെ ഉപദേശരൂപേണ നൽകി. ഒരിക്കൽ ഈ രാജകുമാരി, ഈ പൃഥ ഉദിച്ചു വരുന്ന സൂര്യനെ സ്മരണ ചെയ്തുകൊണ്ട് ഈ മന്ത്രം ഉപാസിക്കുകയും സൂര്യൻ പൃഥയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുന്നു. എന്നാൽ പ്രത്യേകിച്ച് വരമൊന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല പൃഥ ഈ മന്ത്രോപാസന ചെയ്തത്. എന്നാൽ സൂര്യനാവട്ടെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ അംശമായി നിനക്കൊരു പുത്രനുണ്ടാവും,
അങ്ങനെ വിവാഹത്തിന് മുൻപ് തന്നെ കന്യകയായിരിക്കെ തന്നെ ഗർഭം ധരിച്ചു. യഥാകാലം ആ പൃഥ ഒരു കുട്ടിക്ക് ജന്മം നൽകി. ഈ സംഗതി ആരെങ്കിലും അറിഞ്ഞാൽ അത് വംശത്തിന് തന്നെ ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കുന്തിഭോജന്റെ പത്നി, ആ അമ്മ മഹാറാണി, ഈ പൃഥയിലുണ്ടായ അഥവാ കുന്തി ദേവിയിലുണ്ടായ ആ പുത്രനെ ഒരു പെട്ടിയിലാക്കി അടച്ച് നദിയിലൊഴുക്കി സമസ്ത ജീവജാലങ്ങൾക്കും മുലപ്പാൽ നൽകി അനുഗ്രഹിക്കുന്ന ആ ലോകമാതാവ് നിന്നെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ കുന്തിദേവിയും പൃഥയും തൻ്റെ മകനെ മനസ്സില്ലാ മനസ്സോടെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ പുത്രനെ രക്ഷിക്കുവാൻ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥന ചെയ്ത ആ പൃഥയുടെ, ആ കുന്തിദേവിയുടെ പ്രാർത്ഥന ദേവി കൈക്കൊണ്ടു. ആ പരിത്യക്ത ശിശുവിനെ വേണ്ടതുപോലെ സംരക്ഷിച്ചു. ആ ശിശുവാണ് മഹാഭാരതത്തിൽ പ്രസിദ്ധനായിട്ട് നാം കാണുന്നതായ കർണൻ. ദേവീഭാഗവതം ഈ കഥയെ 2-ാം സ്കന്ധത്തിൽ വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സുതാൻ കുരുക്ഷേത്രരണേ ഹതാൻ സ്വാൻ ദിദൃക്ഷവേ മാതൃഗണായ കൃഷ്ണ സംപ്രാർത്ഥിതസ്ത്വത് കരുണാഭിഷിക്ത പ്രദർശ്യ സർവാൻ സമതോഷയശ്ച. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 36 വർഷം യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ചു. ഗാന്ധാരി ദേവിയെയും തൻ്റെ വലിയച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരെയും ഈ യുധിഷ്ഠിരൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ശുശ്രൂഷിച്ചത്. ഒരിക്കൽ ധൃതരാഷ്ട്രർ എനിക്ക് വനവാസത്തിനായി സൗകര്യം ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ യുധിഷ്ഠിരൻ അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു. ധൃതരാഷ്ട്രൻ, ഗാന്ധാരി, കുന്തിദേവി, അവരോടൊപ്പം വിതുരനും അവരെ വനത്തിൽ എത്തിച്ചേർന്നു. അവർ 4 പേരും വനത്തിൽ തന്നെ വസിക്കുകയാണ്. വീണ്ടും ഒരു 6 വർഷം കൂടി കഴിയുകയാണ്. ഒരിക്കൽ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോടുകൂടി, പാഞ്ചാലിയോടുകൂടി ഈ വനവാസം അനുഷ്ഠിക്കുന്ന വലിയച്ഛനെയും വലിയമ്മയെയും കുന്തിദേവിയെയും വിതുരനെയുമെല്ലാം കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ശതയൂപ ആശ്രമത്തിൽ വെച്ച് അവരെ കാണുന്നു. അവരെ വീണ് നമസ്കരിച്ചു. ആ സമയത്ത് വിതുരന്റെ മുഖത്തു നിന്ന് പുറപ്പെട്ട ഒരു തേജസ് അത് യുധിഷ്ഠിരന്റെ മുഖത്ത് ചേർന്ന് ലയിക്കുകയും അങ്ങനെ വിതുരൻ ശരീരം ഉപേക്ഷിക്കുകയാണ്. യമധർമ്മനാണ് വിതുരനായി വന്നത്. ധർമ്മരാജാവിൻ്റെ തന്നെ അംശമാണ് യുധിഷ്ഠിരനും. ആ വിതുരന്റെ വേർപാടിൽ എല്ലാവരും വളരെയധികം ദുഃഖിച്ചു. ആ സമയത്ത് വേദവ്യാസ മഹർഷി അവിടെ എത്തിച്ചേരുകയും അപ്പോഴാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ വച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായ പുത്രന്മാരെ കാണണമെന്ന് ഗാന്ധാരിക്കും കുന്തിദേവിക്കും സുഭദ്രയ്ക്കുമെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട പുത്രന്മാരെ കാണിച്ചു കൊടുക്കുകയാണ് വേദവ്യാസ മഹർഷി. സന്ധ്യാസമയത്ത് ഗംഗാസ്നാനം ചെയ്ത് ആ മണിദ്വീപവാസിനിയായിട്ടുള്ള ദേവിയെ സ്തുതിക്കുകയും ആ ദേവീ പ്രസാദം കൊണ്ട് ആ അമ്മമാർക്ക് പുത്രന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. വണിക് സുശീല ഖലു നഷ്ടവിത്തോ വൃതം ശരൻ പ്രാങ്നവരാത്രമാര്യ ത്വാം ദേവി സംപൂജ്യ ദരിദ്രഭാവാൻ മുക്തക്രമാത് വിത്തസമൃദ്ധിമാപ. മറ്റൊരു സന്ദർഭം ഇവിടെ പറയുകയാണ്. സുശീലൻ എന്ന ഒരു വണിക്ക്, ഒരു കച്ചവടക്കാരൻ,
ധനം മുഴുവൻ നശിച്ച് ദരിദ്രനായിത്തീർന്നു. തൻ്റെ കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ പോലും വകയില്ലാതെ അദ്ദേഹം വളരെയധികം സങ്കടപ്പെടുന്നു. യാദൃച്ഛികമായി കണ്ടുമുട്ടിയ ഒരു ബ്രാഹ്മണനോട് ഈ സുശീലൻ ചോദിക്കുകയാണ്, ഞാൻ ദാരിദ്ര്യം ഇല്ലാതെയാവാൻ എന്ത് ചെയ്യണം, ദാരിദ്ര്യമോചനത്തിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പം അദ്ദേഹം ദേവീ ഉപാസന ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ്, നവരാത്രി വ്രതം അനുഷ്ഠിക്കുക. അങ്ങനെ ആ ബ്രാഹ്മണനിൽ നിന്ന് ദേവീപൂജയുടെ സമ്പ്രദായം ഗ്രഹിച്ച സുശീലൻ യഥാവിധി ദേവീപൂജ ചെയ്തു. ഹ്രീം എന്ന മയാബീജം, ഭുവനേശ്വരി ബീജമന്ത്രം കൊണ്ട് ഭക്തിയോടുകൂടി ദേവിയെ പൂജിച്ചു. അങ്ങനെ കുറച്ചു കാലത്തെ ഉപാസന കൊണ്ട് ഈ സുശീലന് ദേവി ദർശനം നൽകുകയാണ്. അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. നഷ്ടപ്പെട്ടതായ സമ്പത്ത് മുഴുവൻ തിരികെ ലഭിക്കുകയാണ് ആ ദേവി അനുഗ്രഹം കൊണ്ട് സുശീലന്. ഭക്തന്മാർക്ക് ദേവി അർത്ഥകാമങ്ങളെ നൽകും. അതിന് നല്ല ഒരു ഉദാഹരണമാണ് ഈ ഭക്തന്റെ, ഈ സുശീലന്റെ കഥ എന്ന് പറഞ്ഞു. ദേവദ്രുഹോ ദേവിരണേ ത്വയൈവ ദൈത്യാഹദാ ഗർഹിത ധർമ്മശാസ്ത്ര പ്രഹ്ലാദമുഖ്യാൻ അസുരാൻ സ്വഭക്താൻ ദേവാംശ സന്ധ്യക്തരണാനകാർഷി. ദേവദ്രോഹികളാണ് അസുരന്മാർ. അവർ ധർമ്മശാസ്ത്രങ്ങളെ ആദരിക്കാറില്ല. മഹിഷാസുരനും ശുംഭനിശുംഭന്മാരും എല്ലാം ദേവദ്രോഹികളാണ്. നന്മയെ ഉപദേശിച്ചാൽ അതിനെ അനുസരിക്കാത്തവരാണ്. അവരെയൊക്കെ ദേവി നിഗ്രഹിക്കുകയാണ് ചെയ്തത്. പ്രഹ്ലാദനും ദേവന്മാരും, അസുര ചക്രവർത്തിയായിരുന്ന പ്രഹ്ലാദനും ദേവന്മാരും തമ്മിൽ യുദ്ധം നടന്നു. അവിടെ ദേവന്മാർ പരാജയപ്പെട്ടു. അവർ ദേവീ സ്മരണ ചെയ്തു. ദേവി ദേവന്മാർക്ക് മുന്നിൽ ദർശനം നൽകി. അപ്പോൾ ആ പ്രഹ്ലാദനും മറ്റ് അസുരന്മാരും ഉണ്ട്. ആ പ്രഹ്ലാദൻ ദേവിയുടെ മുന്നിൽ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് സ്തുതിച്ചു. അവരുടെ സ്തുതി കേട്ട് സന്തുഷ്ടയായ ദേവി നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ അസുരന്മാർ പാതാളത്തിലും ദേവന്മാർ സ്വർഗത്തിലും വസിക്കുക. അവരവർക്ക് അർഹതപ്പെട്ട ഇടത്ത് അവരവർ വസിക്കുക. അങ്ങനെയാണ് എങ്കിൽ കലഹമുണ്ടാവുന്നില്ല. അങ്ങനെ ദേവന്മാരും അസുരന്മാരും യുദ്ധം അവസാനിപ്പിച്ചു. ദേവന്മാർ സ്വർഗത്തിലേക്കും അസുരന്മാർ പാതാളത്തിലേക്കും പോയി. അപ്പൊ രണ്ട് ഭക്തന്മാർ ശത്രുതയോടുകൂടി വർത്തിക്കുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ യുദ്ധത്തെ, അവരുടെ പരസ്പര വിദ്വേഷത്തെ തീർക്കുവാൻ വേണ്ടി ദേവി അനുഗ്രഹിക്കുന്നു എന്ന് കാണിക്കുകയാണ്. പുരന്തരേ പാപതിരോഹിതേതത് സ്ഥാനാധിരൂഢാന്നഹുഷാൽ സ്മരാത്താൽ ഭീതാശജീത്വാം പരിപൂജ്യ ദൃഷ്ട്വാ പതിം ക്രമാത് ഭീതിമുക്തിമാപ. ഏകാന്തത്തിൽ തപസ് ചെയ്യുന്ന ത്രിശിരസിനെ ദേവേന്ദ്രൻ നിഗ്രഹിച്ചു. സത്യസന്ധനും സാത്വികനുമായ വൃത്രാസുരനെ സൗഹൃദം നടിച്ച് സുഹൃത്ത് എന്ന ഭാവത്തിൽ ഒപ്പം കൂടിയിട്ടാണ് ചതിച്ചു കൊന്നത്. ഈ മഹാപാപങ്ങളെ കൊണ്ട് ഇന്ദ്രൻ ആ സ്ഥാനം വിട്ട്, ഇന്ദ്രപദവിയെ വിട്ട് വളരെ കാലം മറ്റെവിടെയോ താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ദ്രപദവിയിൽ ആ ഇന്ദ്രന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് മഹർഷിമാർ ഇന്ദ്രപദവിയിലേക്ക് നഹുഷൻ എന്ന രാജാവിനെ അവരോധിച്ചു. നഹുഷനാവട്ടെ ഇന്ദ്രപത്നിയെ, ഇന്ദ്രാണിയെ കാണുന്ന സമയത്ത് കാമാർത്തനായി തീരുകയും
തൻ്റെ സമീപത്ത് വന്ന് ഇരിക്കുവാനും ഒക്കെ നഹുഷൻ ആജ്ഞാപിക്കുകയാണ്. എന്നാൽ പാതിവ്രത്യഭംഗം ഭയന്ന ആ ശചീദേവി ഇന്ദ്രാണി ദേവഗുരുവായ ബൃഹസ്പതിയെ ശരണം പ്രാപിച്ചു. അങ്ങനെ ഗുരുനാഥൻ ദേവീഭജനം ചെയ്യാനായി നിർദ്ദേശിച്ചു. അങ്ങനെ ദേവീഭജനം ചെയ്യുന്ന ഇന്ദ്രാണിക്ക് ദേവി ദർശനം നൽകി. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തൻ്റെ ഭർത്താവിനെ ഇന്ദ്രനെ കാണാൻ കഴിഞ്ഞു. ആ സതീദേവിക്ക് നഹുഷനെ കുറിച്ചിട്ടുള്ള ഭയം നീങ്ങി. ഈ കഥ ദേവീഭാഗവതം 6-ാം സ്കന്ധത്തിൽ വർണ്ണിച്ച് കാണാവുന്നതാണ്. ശബ്ദോ വസിഷ്ഠേന നിവൃവിദേഹോ ഭൂത്വാപി ദേവി ത്വദനുഗ്രഹേണ ജ്ഞാനം പരം പ്രാപനിമേ പ്രയോഗാ നിമേഷിണോ ജീവഗണാ ഭവന്തി. നിമി എന്ന സൂര്യവംശ രാജാവ് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠന്റെ ശാപം കൊണ്ട് അകാരണമായിട്ട് വസിഷ്ഠൻ നിമിയെ ശപിച്ചു, ശരീരം വീണുപോകട്ടെ. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഗുരുനാഥൻ തന്നെ ശപിച്ചു എന്ന കാരണത്താൽ ആ നിമി ഗുരുനാഥനെയും വസിഷ്ഠനെയും തിരികെ ശപിച്ചു, അങ്ങയുടെ ശരീരവും വീണുപോകട്ടെ. ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് വസിഷ്ഠൻ മിത്രാവരുണന്മാരിൽ ലയിച്ച് മിത്രാവരുണന്മാരുടെ അംശമായി അവരുടെ പുത്രരൂപേണ വീണ്ടും ശരീരത്തെ സ്വീകരിച്ചു. നിമിയാവട്ടെ ഭക്തിയോടുകൂടി ദേവീ പൂജ ചെയ്തു, ദേവീഭജനം ചെയ്തു. തനിക്ക് പരമമായ ജ്ഞാനം ലഭിക്കണം എന്നാണ് നിമി പ്രാർത്ഥിച്ചത്. അപ്പോൾ ശരീരം വേണ്ടേ അങ്ങയ്ക്ക്? അപ്പോൾ നിമി പ്രാർത്ഥിച്ചു, എനിക്ക് ശരീരം വേണ്ട, ജീവജാലങ്ങളുടെ കൺപോളകളിൽ വായുരൂപേണ ഞാൻ വർത്തിച്ചു കൊള്ളാം. അങ്ങനെ നിമിയുടെ പ്രാർത്ഥന ദേവി അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിന് പരമമായിട്ടുള്ള ജ്ഞാനം ലഭിച്ചു. ആ നിമിയുടെ ചൈതന്യമാണ് ജീവജാലങ്ങളുടെ കൺപോളകളിൽ വർത്തിക്കുന്നത് വായുരൂപേണ. നിമിയുടെ പ്രഭാവം കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് കണ്ണ് ഇമയ്ക്കുക, കൺപോളകളെ അടയ്ക്കുവാനും തുറക്കുവാനും കഴിയുന്ന ആ പ്രവൃത്തി, നിമേഷം, ഇത് അനുഭവപ്പെടാൻ കാരണം ഈ നിമിയുടെ പ്രയോഗമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ദേവി പ്രസാദം കൊണ്ട് നമുക്ക് ഏത് ആഗ്രഹവും സാധ്യമാകുന്നു എന്ന് കാണിക്കുകയാണ് ഈ കഥ. നിമിയുടെ ഈ ശാപവൃത്താന്തം ദേവീഭാഗവതം 6-ാം സ്കന്ധത്തിൽ വർണ്ണിക്കുന്ന ഒരു കഥയാണ്. ഹാ ഭാർഗവ ലോഭവികോപചിത്തൈ പ്രപീഡിതാ ഹൈഹയവംശജാതൈ ഹിമാദ്രിമാപ്താ ഭവതിം പ്രപൂജ്യ പ്രസാദ്യ ഭീതേ ഖലു മുക്തിമാപു. ഹൈഹയ രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. അദ്ദേഹം ധാരാളം യജ്ഞങ്ങളെ ചെയ്തു. പുരോഹിതന്മാരായിട്ടുള്ള ഭാർഗവന്മാർക്ക് ധാരാളം ധനം ദക്ഷിണാരൂപത്തിൽ ലഭിച്ചു. കാർത്തവീര്യാർജുനന്റെ കാലശേഷം തുടർന്നു വന്ന ആ ഹൈഹയ പരമ്പരയിലെ രാജാക്കന്മാർ ധനമില്ലാതെ ദരിദ്രരായി തീരുകയും അപ്പോഴേക്കും ധനികരായി തീർന്ന ഭാർഗവന്മാരോട് ഈ ഹൈഹയന്മാർ ധനം യാചിച്ചു. എന്നാൽ അവർ കൊടുത്തില്ല. ഹൈഹയന്മാർ ഭാർഗവന്മാരുടെ ഓരോ ഗൃഹത്തിലും കയറിച്ചെന്ന് അവിടെ അവർ സൂക്ഷിച്ചിട്ടുള്ള സ്വർണവും മറ്റും കൈക്കലാക്കി. മുൻപ് ചോദിച്ചിട്ടും കൊടുക്കാതെ ഈ ധനം മുഴുവനും അവർ ഒളിച്ചു വെച്ചു. അങ്ങനെ കരുതി ക്രുദ്ധരായി തീർന്ന ഹൈഹയന്മാർ ഭാർഗവന്മാരെ നിഗ്രഹിക്കാൻ തുടങ്ങി. ഓരോരുത്തരും അവരുടെ ഗൃഹം വിട്ട് പലായനം ചെയ്യുകയാണ്. അങ്ങനെ പലായനം ചെയ്യുന്ന ഭാർഗവന്മാരെ പിന്നാലെ ചെന്ന് നിഗ്രഹിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും
ഗർഭിണികളെ പോലെയും കൊന്നൊടുക്കുകയാണ് ചെയ്തത് ഈ ഹൈഹയന്മാർ. അങ്ങനെ പലായനം ചെയ്ത ഭാർഗവന്മാർ ഹിമാലയത്തിൽ ചെന്ന് ദേവീഭജനം ആരംഭിച്ചു. ദേവി ദർശനം നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൾ ഇപ്പോൾ ഗർഭിണിയാണ്. അവർക്ക് ജനിക്കുന്ന ആ ശിശു നിങ്ങളെ രക്ഷിക്കും. പൂർണ്ണഗർഭം ധരിച്ച് നടക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്നതായ ആ ഒരു സ്ത്രീ ഋഷിപത്നി, അവരെ ഹൈഹയന്മാർ അവരുടെ നേരെ ആയുധം പ്രയോഗിക്കാൻ ഭാവിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭയം കൊണ്ടും വല്ലാതെ ആ ഗർഭം പൂർണ്ണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു, പ്രസവ സമയമായി. അങ്ങനെ ആ സ്ത്രീ പ്രസവിച്ചു. ആ കുട്ടി ജനിച്ചതോടുകൂടി അവരെ ആക്രമിക്കാൻ വന്ന ഹൈഹയന്മാർക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് അവരുടെ തെറ്റു മനസ്സിലായത്. നിരപരാധിയായിട്ടുള്ള ഈ സ്ത്രീയെ, അതുപോലെ എത്രയോ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങൾ കൊന്നൊടുക്കി. മാത്രമല്ല, ഇവർ ഞങ്ങളുടെ പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാരെയാണല്ലോ ഞങ്ങൾ ദ്രോഹിച്ചത്. അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ട് ആ ഋഷിപത്നിയുടെയും അവർക്ക് ജനിച്ച ആ കുട്ടിയുടെയും മുന്നിൽ പ്രണമിക്കുകയും നമസ്കരിക്കുകയും ക്ഷമായാചനം ചെയ്യുകയുമാണ് ഹൈഹയന്മാർ. അങ്ങനെ ആ ഋഷിപത്നിയുടെയും ആ ശിശുവിൻ്റെയും അനുഗ്രഹം കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ആ കുട്ടിക്ക് ഔർവൻ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടത്. ഔർവൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന ഋഷിയായിരുന്നു. ഈ ഹൈഹയന്മാരുടെയും ഭാർഗവന്മാരുടെയും ചരിത്രം ദേവീഭാഗവതം 6-ാം സ്കന്ധത്തിൽ പറയുന്ന കഥയാണ്. തസ്രൗ യുവാനം ചവനം പതിം ച സമാനരൂപാനഭിദൃശ്യമുഗ്ധ സദീ സുകന്യാ തവ സംസ്മൃതായ ഭക്തിയാ പ്രസാദാൽ സ്വപതിം വ്യജാനാത്. ശര്യാദി മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സുകന്യയുടെ ചരിത്രം ചുരുക്കി പറയുകയാണ്. ആ സുകന്യയെ വൃദ്ധനും അന്ധനുമായിട്ടുള്ള ചവന മഹർഷിക്ക് വിവാഹം ചെയ്തു നൽകേണ്ടി വന്നു. ഈ കഥ ദേവീഭാഗവതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും അങ്ങനെ പല പുരാണങ്ങളിൽ നമുക്ക് വർണ്ണിച്ചു കാണാൻ കഴിയുന്ന ഒന്നാണ്. തന്റെ ഭർത്താവിനെ നിഷ്ഠയോടുകൂടി ശുശ്രൂഷിച്ചുകൊണ്ടാണ് സുകന്യ ആ വനത്തിൽ ആശ്രമത്തിൽ വർത്തിച്ചത്. ഒരിക്കൽ ദേവവൈദ്യന്മാരായിട്ടുള്ള അശ്വനീ ദേവകൾ സുകന്യയെ കാണുകയും സുകന്യയുടെ പാതിവ്രത്യത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി അവർ പല രീതിയിലും പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ സുകന്യയുടെ മനസ്സിനെ ഒന്ന് ചലിപ്പിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ സുകന്യയുടെ പാതിവ്രത്യത്തിൽ സന്തുഷ്ടരായ അശ്വനീ ദേവകൾ അനുഗ്രഹിക്കുകയാണ് ചവനനെ. യുവാവാക്കി തിരികെ തരാം, അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി മടക്കി നൽകാം എന്ന് പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവർ ചവന മഹർഷിയെ കൂട്ടിക്കൊണ്ട് ഒരു തടാകത്തിൽ ഇറങ്ങി. 3 പേരും ആ ജലത്തിൽ മുങ്ങുകയാണ്. അല്പം കഴിഞ്ഞു ആ ജലത്തിൽ നിന്നും ഉയർന്നു വരുന്ന 3 പേരെയും കണ്ട് സുകന്യ അത്ഭുതപ്പെട്ടു പോയി. ഇതിൽ തൻ്റെ ഭർത്താവ് ഏതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ തിരിച്ചറിയും എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് തൻ്റെ പാതിവ്രത്യ ചര്യയ്ക്ക് ഭംഗം വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവീഭജനം ചെയ്യുന്ന സുകന്യയ്ക്ക് ആ ദേവീ അനുഗ്രഹം കൊണ്ട് ചവനനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ തൻ്റെ പാതിവ്രത്യധർമ്മം കൊണ്ട് ആ സുകന്യയ്ക്ക്
എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു. അങ്ങനെയുള്ള സുകന്യാചരിതം ച്യവനന്റെ കഥ ദേവീഭാഗവതത്തിലെ 7-ാം സ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുള്ള ഒന്നാണ്. സത്യോവ്രതോ വിപ്രവധും പ്രസഹ്യ ഹർത്താ നിരസ്തോ ജനകേന രാജ്യാത് വസിഷ്ഠശബ്ദോപി തവ പ്രസാദാത് രാജ്യേഭിഷിക്തോധ ദിവം ഗതശ്ച. അരുണൻ എന്ന സൂര്യവംശ രാജാവിൻ്റെ പുത്രനാണ് സത്യവ്രതൻ. അദ്ദേഹം ഒരിക്കൽ ഒരു കന്യകയെ ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും വിവാഹ സദസ്സിൽ നിന്നാണ് ആ പെൺകുട്ടിയെ ബലമായി തേരിൽ കയറ്റി കൊണ്ടുപോയത്. അതറിയുന്ന അരുണൻ ഈ സത്യവ്രതനെ രാജ്യത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി. രാജ്യഭ്രഷ്ടനായ സത്യവ്രതൻ വനത്തിൽ വസിച്ചു. വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുന്നതായിട്ടുള്ള വിശ്വാമിത്രന്റെ പത്നിയും പുത്രന്മാരും ആ കാലയളവിൽ എല്ലായിടത്തും ബാധിച്ചതായ ആ ഒരു ദാരിദ്ര്യം, ദുർഭിക്ഷം കൊണ്ട് വിശ്വാമിത്ര പത്നിയും പുത്രന്മാരും ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുന്നത് കണ്ട സത്യവ്രതൻ അവർക്ക് പതിവായി ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്, അവരെ സഹായിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ മറ്റൊന്നും കിട്ടാതെ വന്ന സമയത്ത് ഈ രാജകുമാരൻ ഒരു പശുവിനെ കൊന്ന്, അത് വസിഷ്ഠന്റെ പശുവാണ്, അതിനെ നിഗ്രഹിച്ച് ആ മാംസം കൊണ്ടുവന്ന് ഈ വിശ്വാമിത്ര പത്നിക്കും പുത്രന്മാർക്കും നൽകി. അതറിയുന്ന വസിഷ്ഠൻ അദ്ദേഹത്തിനെ ശപിച്ചു. അങ്ങനെ സത്യവ്രതൻ ത്രിശങ്കുവായി തീർന്നു. ഗോഹത്യ ചെയ്ത ആ പാപം, കന്യാഹരണം, പരതാരാ അപഹരണം എന്ന 2ാമത്തെ പാപം, അച്ഛന്റെ ശാപം, പിതൃകോപം, അങ്ങനെ 3 പാപങ്ങളെ ആ പാപത്തിന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ ശിരസിൽ 3 മുഴകൾ രൂപാന്തരപ്പെട്ടു, 3 ശംഖുക്കൾ ഉണ്ടായി വന്നു. അതാണ് അദ്ദേഹം ത്രിശങ്കു എന്നറിയപ്പെടാൻ കാരണം. തൻ്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ പ്രതിബന്ധങ്ങളായി തീർന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദേവീ ഉപാസന ചെയ്തു വന്നിരുന്നതായ ആ ത്രിശങ്കു, ആ സത്യവ്രതൻ, നവാക്ഷരീ മന്ത്രം ഉപദേശമായി ലഭിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ദേവീ ഭജനം ചെയ്തു. ആ ദേവി പ്രസാദം നേടിയിട്ടുള്ള ആൾ കൂടിയിട്ടാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് തൻ്റെ ജീവിതം ഉപേക്ഷിക്കണമെന്നൊരു തോന്നലുണ്ടാവുകയാണ്. അങ്ങനെ ത്രിശങ്കു ആത്മാഹുതി ചെയ്യാൻ വേണ്ടി ഒരു ചിത ഒരുക്കി വനത്തിൽ വച്ച് അഗ്നിപ്രവേശം ചെയ്യാൻ ഭാവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെ തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദേവി സിംഹാരൂഢയായിട്ട് ത്രിശങ്കുവിന് ദർശനം നൽകി. അഗ്നിപ്രവേശം ചെയ്യാൻ തുടങ്ങുന്ന ത്രിശങ്കുവിന്, ഈ സത്യവ്രതന് ദേവീ ദർശനം നൽകുകയാണ് സിംഹാരൂഢയായി. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങ് ആത്മാഹുതി ചെയ്യേണ്ടതില്ല, അങ്ങയുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം, രാജ്യഭരണം ഏറ്റെടുക്കണം. അങ്ങനെ ഈ രാജകുമാരന് ദേവീ ദർശനം ലഭിച്ചു എന്നൊക്കെയുള്ള വാർത്ത അറിയുന്ന അരുണൻ തന്റെ മകൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിയുകയും ആ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ, ത്രിശങ്കുവിനെ കൂട്ടിക്കൊണ്ടുവരാനായി സേവകന്മാരെ അയച്ചു. അങ്ങനെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുപോയി അരുണൻ പുത്രനായിട്ടുള്ള സത്യവ്രതനെ, ത്രിശങ്കുവിനെ രാജാവായി അഭിഷേകം ചെയ്തു. അരുണൻ തപസ്സിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരിക്കൽ ഈ ത്രിശങ്കു ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഉടലോടുകൂടി സ്വർഗത്തിൽ പോകണം എന്ന് ഒരാഗ്രഹമുണ്ട്. എന്നാൽ അത് സാധ്യമല്ല എന്ന് വസിഷ്ഠൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ
മറ്റാരെയെങ്കിലും ഗുരുവായി വരിച്ചിട്ട് തൻ്റെ ആഗ്രഹം സാധിക്കും എന്നായി ഈ ത്രിശങ്കു. അപ്പോൾ വീണ്ടും വസിഷ്ഠൻ ശപിക്കുകയാണ്. അങ്ങനെ വസിഷ്ഠ ശാപം കൊണ്ട്, ഗുരുശാപം കൊണ്ട് ചണ്ടാളനായി മാറി ഈ ത്രിശങ്കു പൈശാചിക രൂപത്തിലായിത്തീർന്നു. രാജ്യഭരണം പുത്രനായ ഹരിശ്ചന്ദ്രനെ ഏൽപ്പിച്ച് ഈ ത്രിശങ്കു വീണ്ടും വനത്തിലെത്തിച്ചേരുകയാണ്. ആ കാലത്താണ് തപസ്സിൽ നിന്നും ഉണരുന്ന വിശ്വാമിത്രൻ ഇത്രയും ദീർഘകാലം ഈ ദുർഭിക്ഷം ബാധിച്ച സമയത്ത് തൻ്റെ പത്നിക്കും പുത്രന്മാർക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്ത ആ ത്രിശങ്കുവിന്, ആ സത്യവ്രതന് പ്രത്യുപകാരം ചെയ്യണമെന്ന് വിശ്വാമിത്രൻ ആഗ്രഹിക്കുകയും അങ്ങനെ ആ ത്രിശങ്കുവിനെ കണ്ടുമുട്ടി വിശ്വാമിത്രന്റെ സഹായത്തോടുകൂടി ആ ത്രിശങ്കു ഉടലോടുകൂടി സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ത്രിശങ്കുവിൻ്റെ ഈ ഒരു ഉപാഖ്യാനത്തെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യാഭിഷേകം സാധിച്ചത്, സ്വർഗഗതി സാധിച്ചതെല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ദേവിയുടെ അനുഗ്രഹത്തിന് മുന്നിൽ ഗുരുശാപം പോലും നിഷ്പ്രഭമായി തീർന്നു എന്ന് കാണിക്കുകയാണ്. ഈ സത്യവ്രതന്റെ കഥ, ത്രിശങ്കുവിന്റെ ചരിതം, അതും ദേവി ഭാഗവതം 7-ാം സ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഹാഹാ ഹരിശ്ചന്ദ്രനൃപോ വിപത്സു മഗ്ന ശതാക്ഷിം പരദേവതാം ത്വാം സംസ്മൃത്യ സദ്യ സ്വവിപന്നിവൃത്ത കാരുണ്യതസ്തേ സുരലോകമാപ. സത്യവ്രതന്റെ ത്രിശങ്കുവിന്റെ പുത്രനാണ് ഹരിശ്ചന്ദ്രൻ. അദ്ദേഹം അയോധ്യയിൽ ചക്രവർത്തിയായി വാഴുന്ന കാലത്ത് രാജസൂയയാഗം ചെയ്തു. ക്രമേണ അദ്ദേഹത്തിന് കുറച്ചൊരു അഹങ്കാരം ഉണ്ടായതുപോലെ, വേണ്ടത്ര പരദേവതാസ്മരണം ചെയ്യാതെ ആയിത്തീർന്നു. തുടർന്ന് അദ്ദേഹത്തിന് പല ആപത്തുകളും വന്നു ചേരാൻ തുടങ്ങി. ആ കാലത്ത് വിശ്വാമിത്രൻ ഒരു വൃദ്ധതാപസ വേഷം സ്വീകരിച്ച് ഹരിശ്ചന്ദ്രന്റെ രാജ്യം മുഴുവൻ കൈക്കലാക്കി. ആ ബ്രാഹ്മണനോടുള്ള കടം വീട്ടാൻ വേണ്ടി, വിശ്വാമിത്രനോടുള്ള കടം വീട്ടാൻ വേണ്ടി ഹരിശ്ചന്ദ്രന് തന്റെ രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നു. ഭാര്യയെയും പുത്രനെയും പണയം വയ്ക്കേണ്ടി വന്നു, വിക്രയം ചെയ്യേണ്ടി വന്നു. ഹരിശ്ചന്ദ്രന് ഒരു ശ്മശാനത്തിന്റെ കാവൽക്കാരനായി ഉള്ള ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ വാരാണസിയിലെ ഒരു ശ്മശാനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ചണ്ടാളന്റെ ദാസനായി, ശ്മശാനത്തിലെ കാവൽക്കാരനായി ജീവിക്കേണ്ടി വന്ന ഹരിശ്ചന്ദ്രൻ ഏറ്റവും ഒടുവിൽ തനിക്ക് നഷ്ടപ്പെട്ട ആ പത്നിയെയും മകനെയും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്. നഷ്ടപ്പെട്ട രാജ്യം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ പരദേവതയായ ശതാക്ഷി ദേവിയെ ഭജിക്കുന്ന സമയം, ധ്യാനിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ആപത്തുകളെല്ലാം നീങ്ങി ദേവന്മാർ ഈ ഹരിശ്ചന്ദ്രനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ധർമ്മിഷ്ഠനായ സത്യസന്ധനായ ഹരിശ്ചന്ദ്രന്റെ ആ ഖ്യാതി ലോകം മുഴുവനും പരന്നു. ദേവന്മാർ വിശ്വാമിത്രനോടുകൂടി ഈ ഹരിശ്ചന്ദ്രന്റെ സത്യസന്ധതയെ പരീക്ഷിക്കുക കൂടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ ഈ ഹരിശ്ചന്ദ്ര ഉപാഖ്യാനത്തിൽ കൂടിയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പല കാര്യങ്ങളും, അതിലൊന്നാണ് ഈശ്വരഭജനം ചെയ്തുകൊണ്ടിരുന്നാൽ, ഈശ്വര സ്മരണ ചെയ്തുകൊണ്ടിരുന്നാൽ ആപത്തുകൾ, നമ്മളെ ബാധിക്കുന്ന ആപത്തുകൾ, നമ്മൾ സാധാരണ പറയും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ തട്ടിപ്പോയി. തീർച്ചയായിട്ടും ആ ദേവീഭക്തി ആകുന്ന പ്രകാശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ ആപത്തിൻ്റെ അന്ധകാരം ബാധിക്കില്ല.
അപ്പോൾ ആപത്തുകളെ നീങ്ങുവാൻ നമ്മൾ ഈശ്വരസ്മരണ ചെയ്യണം, അവരവരുടെ പരദേവതയെ സ്മരണ ചെയ്യണം, ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആ പരദേവതാ സ്മരണം നാം എവിടെയായിരുന്നാലും നിത്യവും ആ പരദേവതയെ ഭജിക്കുക തന്നെ വേണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തൃശങ്കുവിൻ്റെ പുത്രനായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ്റെ ഉപാഖ്യാനവും രവീഭാഗവതം 7-ാം സ്കന്ധത്തിൽ വിസ്തരിച്ചു പറഞ്ഞതായിട്ടൊരു കഥയാണ്. അഗസ്ത്യപൂജാം പരിഗൃഹ്യ ദേവി വിഭാസി വിന്ധ്യാദ്രിനിവാസിനീ ത്വം ദ്രക്ഷ്യേ കഥാ ത്വാം മമ ദേഹി ഭക്തിം കാരുണ്യമൂർത്തേ സതതം നമസ്തേ. മറ്റൊരു കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. രവീഭാഗവതം 10-ാം സ്കന്ധത്തിൽ വർണ്ണിച്ച വിന്ധ്യാചല നിവാസിനിയുടെ കഥ, അഗസ്ത്യന്റെ കഥ വർണ്ണിക്കുകയാണ്. ആപത്തുകൾ ഒഴിവാക്കുവാൻ ദേവീഭജനം ചെയ്യുക, അതല്ലാതെ മറ്റൊരു വഴിയില്ല. എവിടെ വെച്ചും ആർക്കും എപ്പോഴും ആ ജഗദംബികയെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. ഭക്തനെ എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും എവിടെ വെച്ച് സ്മരണ ചെയ്താലും അവിടെ ആ അമ്മയുടെ സാന്നിധ്യമുണ്ടാവും. അതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ്, ദേവിയുടെ കാരുണ്യത്തിനുള്ള ഒരു തെളിവാണ് വിന്ധ്യാചലവാസിനി, വിന്ധ്യനിവാസിനിയായി ദേവി മാറി എന്നതിന്. ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ടുള്ള സ്വയംഭുവൻ പലാഴി തീരത്ത് വാഗ്ബീജമന്ത്രം കൊണ്ട് ദേവിയെ ഉപാസിക്കുകയും ദേവിയുടെ അനുഗ്രഹം നേടിയ അദ്ദേഹം ആ വിന്ധ്യപർവ്വതത്തിലാണ് എത്തിച്ചേർന്നത്. ഒരു ഘട്ടത്തിൽ ഈ വിന്ധ്യന്റെ അഹങ്കാരം കൊണ്ട് തൻ്റെ ശിഖരങ്ങളെ വളരെയധികം ഉയർത്തി സൂര്യന്റെ ഗതിയെപ്പോലും തടസ്സപ്പെടുത്തി വിന്ധ്യൻ. ആ സമയത്താണ് ലോകത്തിന്റെ ഗതി തന്നെ, ആ സൂര്യഗതിയെ തടഞ്ഞാൽ ലോകത്തിന്റെ ഗതിയാണ് ബാധിക്കുക, സകല ജീവജാലങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് ദേവന്മാർ ശ്രീപരമേശ്വരനോട് പ്രാർത്ഥിച്ചു. ശ്രീപരമേശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാ ദേവന്മാരും കൂടി വാരാണസിയിൽ, കാശിയിൽ അഗസ്ത്യ മഹർഷിയെ ചെന്ന് കണ്ടു. ആ അഗസ്ത്യനാണ് ഈ വിന്ധ്യന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ചത് എന്നാണ്. അഗസ്ത്യന്റെ മുന്നിൽ വിന്ധ്യൻ തൻ്റെ കൊടുമുടികളെ താഴ്ത്തി അങ്ങനെ നമസ്കരിച്ചു. അതുവരെ തല ഉയർത്തിപ്പിടിച്ചു നിന്ന വിന്ധ്യൻ ഇപ്പോൾ ആ ഉയരം കുറഞ്ഞ് തല താഴ്ത്തി നമസ്കരിച്ചു കിടക്കുന്നതായ ഭാവത്തിൽ അഗസ്ത്യന്റെ മുന്നിൽ വർത്തിച്ചു. ആ മഹർഷി വിന്ധ്യന്റെ മുന്നിൽ വസിച്ചു എന്നാണ്. ആ അഗസ്ത്യന്റെ പൂജയെ കൈപ്പറ്റിക്കൊണ്ട് ദേവി ഇന്നും വിന്ധ്യാചലവാസിനിയായി വർത്തിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ കുന്നോളം ഉയർന്നതായ, പർവ്വതത്തോളം ഉയരത്തിലെത്തിയതായ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ കുംഭസംഭവൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ആ മഹർഷിക്ക് അഗസ്ത്യൻ എന്ന പേര് തന്നെ ഉണ്ടായത് പർവ്വതത്തോളം ഉയർന്ന അഹങ്കാരത്തെ ശമിപ്പിച്ച മഹർഷിയാണ് അദ്ദേഹം. അങ്ങനെ വിന്ധ്യനെ അനുഗ്രഹിക്കാനും വിന്ധ്യന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും വേണ്ടി കൂടിയിട്ടാണ് ദേവി വിന്ധ്യനിവാസിനിയായി, വിന്ധ്യാചലവാസിനിയായി വർത്തിച്ചത് എന്ന് കാണിക്കുകയാണ്. എത്രയോ ഭക്തന്മാരെ അനുഗ്രഹിച്ച കഥകൾ ഇവിടെ പറഞ്ഞു. നിരന്തരം ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ഹേ ജഗദംബികെ, മഹാമായേ, എനിക്കും അവിടുത്തെ ദർശിക്കാൻ കഴിയണം. ഭക്തി കൊണ്ടേ ആ ദേവീ ദർശനം സാധ്യമാവും. തനിക്കും ഭക്തി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്തോത്രകാരൻ ഈ 35-ാം ദശകത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീ മഹാദേവി നമഃ.